എന്താ ശ്രീകുട്ടി, എന്തു പറ്റി? എന്താ സീരിയസ് മാറ്റർ ആണോ? നീ എന്തിനാ കരയുന്നേ? നീ ഭാഗ്യവാനാടാ സച്ചു. ഒരു രണ്ടാനച്ഛൻ്റെ ക്രൂരതകളൊന്നും നിനക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ലല്ലോ. എൻ്റെ അവസ്ഥ പറഞ്ഞാൽ നിനക്കൊന്നും മനസ്സിലാവില്ല. എന്താ അയാൾ നിന്നെ വീണ്ടും ഉപദ്രവിച്ചോ? ഇല്ല, എന്നെ അയാളൊന്നും പറഞ്ഞില്ല. പക്ഷേങ്കിൽ എൻ്റെ അമ്മയെ അയാൾ ഒത്തിരി ഉപദ്രവിച്ചു. എൻ്റെ പേരിലുള്ള സ്വത്തിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു വഴക്കത്രയും. എനിക്ക് വീട്ടിലേക്ക് പോകണമെന്ന് പോലുമില്ല, സത്യമായിട്ടും. കൊന്നു കളയണം അവനെയൊക്കെ. സാരമില്ല, നീ വീട്ടിൽ പോയിക്കോളൂ. ഏതായാലും അയാൾ നിന്നെ ഉപദ്രവിക്കൊന്നുമില്ലല്ലോ. നമുക്ക് എല്ലാത്തിനും ഒരു വഴി ഉണ്ടാക്കാം. പോകാതെ പറ്റത്തില്ല. എന്തായാലും നീ വാ, നമുക്കൊന്ന് പോയി നോക്കാം. എടാ സച്ചു, എന്നാ ഒരു പോയി എടുക്ക്. ഇവനിത് എന്തു പറ്റി? എന്താ ഇവനൊരു മൗനം? ആർക്കറിയാം? ഒരാളെ കൊല്ലാൻ എന്താ വഴി? കൊല്ലാൻ നടക്കുന്ന ഒരുത്തൻ കണ്ടേച്ചാലും മതി. ഞാൻ തമാശതല്ല, എനിക്കൊരുത്തനെ കൊല്ലണം. ഓടേ അളിയ, ഇവന് കൊല്ലാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ നിന്റെ കയ്യിൽ? പിന്നെ ലിസ്റ്റ് അങ്ങ് കൊടുത്താൽ പോരെ. അതിരിക്കട്ടെ, നിനക്ക് ഏത് മോഡലാ താല്പര്യം? നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അവൾ എന്നിന്റെ മുന്നിൽ നിന്ന് കരയുകയായിരുന്നു. അയാൾ വീണ്ടും പ്രശ്നം ഉണ്ടാക്കിയാണ്. പട്ടി. ഓ, ഒരു കാമവും വന്നിരിക്കുന്നു. അല്ലെങ്കിൽ തന്നെ നിനക്ക് അവളെ കെട്ടിച്ചു തരാൻ പോവല്ലേ? അവിടെ ഒരു ഫോട്ടോ എങ്കിലും കാണിച്ചിരുന്നെങ്കിലും നമുക്ക് പിന്നെയും വിശ്വസിക്കാമായിരുന്നു. നിനക്കൊക്കെ തമാശയാണ്. എനിക്കൊരു പ്രശ്നം വരുമ്പോഴല്ലേ നിനക്കൊക്കെ ചിരിക്കാൻ പറ്റുള്ളൂ. നീ സീരിയസ് ആണെങ്കിൽ നിന്റെ കൂടെ ഞാനുണ്ടടാ. നമുക്ക് പണി കൊടുക്കാം. അതിന് പറ്റിയ ഒരാൾ എൻ്റെ കസ്റ്റഡിയിലുണ്ട്. അതാരാ? ഭായ്, നമ്മുടെ സ്വന്തം ആളാണ്. അപ്പോൾ നിങ്ങൾക്കൊരാളെ കൊല്ലണം, അത്രയല്ലേ വേണ്ടൂ? ഞാൻ സഹായിക്കും. പക്ഷേ ഈ ബിസിനസ്സിൽ എനിക്കെന്താണ് ലാഭം? അണ്ണാ, ഇത് നമ്മുടെ പിള്ളേരാ, ഇവരുടെ കാശൊന്നുമില്ല. എങ്കിൽ മക്കള് പോ. ഇവിടെ പൈസയുമായ ആൾക്കാർ ക്യൂ നിൽക്കുക. ചെല്ല്. ഇവൻ അയാളെ തീർത്തേ പറ്റൂ. ഭായ് എങ്ങനെങ്കിലും സഹായിക്കണം. ഭായ് മനസ്സ് വെച്ചാലേ നടക്കുള്ളൂ. ഞാൻ നിങ്ങളെ സഹായിക്കാം. പകരം നിങ്ങൾ എനിക്ക് എന്ത് തരും? കാശ് ഒഴിച്ച് എന്തു? എങ്കിൽ നാളെ നിങ്ങൾ എനിക്ക് വേണ്ടി ഒരുത്തൻ്റെ കൈ തല്ലി ഓടിക്കണം. പറ്റുമോ? ശരി, ഏറ്റു. ജാങ്കോ എവിടെ? ദാ ഫോട്ടോ. ഇത് ജാങ്കോ, നമ്മുടെ സ്വന്തം പയ്യനാണ്. ഏത് കാര്യത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഓക്കെ ഓക്കെ ഓക്കെ, നാളെ കാണാടാ. അളിയാ പോയേ പോണേ. ഗുഡ് നൈറ്റ്. നിൽക്കടാ അവിടെ. എവിടെയായിരുന്നടാ ഇതുവരെ? നിനക്ക് സന്ധ്യയ്ക്ക് മുമ്പ് വീട്ടിൽ വന്നൂടെ? ഞാൻ ലൈബ്രറിയിൽ ബുക്കൊക്കെ വായിച്ച്. നിന്റെ ഒരു ലൈബ്രറി. നീയാണ് ഈ കുടുംബത്തിൻ്റെ ഏക പ്രതീക്ഷ. വല്ലതും പഠിച്ച് നീ നല്ല നിലയിൽ എത്തിയിട്ട് വേണം നിന്റെ പെങ്ങളെ ഇറക്കി വിടാൻ. അത് ഓർത്താൽ നിനക്ക് കൊള്ളാം. എന്താടാ? കേരള, നീ മറന്നോ ഭായ് പറഞ്ഞ കാര്യം? അടിക്കണ. പിടിക്ക്, അടിയവനെ, അടിക്ക്.
അടിയടാ. പിടി. പിടിക്കടാ. അടിയടാ അവനെ. അപ്പോ നിങ്ങളെ ഏൽപ്പിച്ച ജോലി നിങ്ങൾ ഭംഗിയായി പൂർത്തിയാക്കി അല്ലേ? ആ, നമുക്കിവിടെ ലൈവായി റിപ്പോർട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ ഒരു സ്റ്റൈലാണ്. ഓൻ നമ്മുടെ ഒരു പയ്യനായിരുന്നു. ഒരെല്ലു കൂടിയൊന്നൊരു സംശയം. അതുകൊണ്ടാ ഒരു പണി അങ്ങ് കൊടുത്തത്. അവൻ വരും. വന്നില്ലെങ്കിൽ ഭായി ഒരു പണി അങ്ങ് കൊടുക്കും. അതാ ഭായിയുടെ ഒരു രീതി. ആ, അതൊക്കെ പോട്ടെ. നിങ്ങളുടെ ജോലി തീർന്നിട്ടില്ല. കൊലയ്ക്ക് പകരം കൊല, മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ ഭായിക്ക് എന്ത് ലാഭം? വെറുതെ വേണ്ട, ഒരു 60,000 രൂപ ഭായി തരും. ഒരു ഉപകാരം ഭായിക്ക് ചെയ്യുമ്പോൾ തിരിച്ചൊരു ഉപകാരം ഭായിക്ക് ചെയ്യണ്ടേ? എന്താ ബുദ്ധിമുട്ടുണ്ടോ? വിടരുതവനെ. പിടിക്കവനെ. വെട്ടടാ. അവനെ വെട്ടടാ. പിടിയവനെ. പിടിക്ക. അടിയടാ. അടി. അടിയവനെ. വിടരുത്. പിടിക്ക. ഓടാ. ഓടാ. പിടിയവനെ. പിടി. അടി. വെട്ടടാ അവനെ. വെട്ട്. വേണ്ട. 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 അടിയടാ ജാങ്കോ. അടിക്കവനെ. അടി. വേണ്ട. വെട്ടവനെ. വേണ്ട. വെട്ടവനെ. മോനെ